നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മളൊരു റിമോട്ട് കിറ്റുകളുടെയും അനലോഗ് ആമ്പിൻ്റെയും ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അതിൽ വരുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. എല്ലാവരുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇപ്പൊ ഇന്ന് ഞാനിവിടെ പറയാൻ പോണത്, നമുക്ക് അനലോഗ് ആംപ്ലിഫയർ ആണോ റിമോട്ട് കിറ്റ് ആംപ്ലിഫയർ ആണോ, ഏതാണ് നല്ലത്? അപ്പോൾ ഇത് ഒരുപാട് പേര് ഇപ്പൊ ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത്, ഏത് ചെയ്താലാണ് നമുക്ക് ബെറ്റർ വർക്കിംഗ് കിട്ടാം. അതേപോലെ തന്നെ ഇപ്പൊ കിറ്റുകൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, നോയ്സ് കംപ്ലൈന്റ്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് എപ്പോഴും ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണത്? അതുപോലെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ റിമോട്ട് കിറ്റിലേക്ക് വരുമ്പോൾ കുറയാണോ? ഈ തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ കൂട്ടുകാർക്ക് ഉള്ളിലുണ്ട്. അപ്പൊ അതൊക്കെ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യണത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഞാനിപ്പോ ഒരു റിമോട്ട് കിറ്റ്, ഒരു DSP റിമോട്ട് കിറ്റ്, അതേപോലെ തന്നെ ഒരു മിനി ഡീകോഡർ, അപ്പൊ ഈ മൂന്നായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ജസ്റ്റ് നമ്മളിങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും ഫങ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ ഞാൻ കൂട്ടുകാർക്ക് പറഞ്ഞുതരാം. പിന്നെ എല്ലാവരുടെ അടുത്തും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നാലാണ് നിങ്ങൾക്ക് പറയണ കാര്യം എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി അടിച്ചു കളഞ്ഞിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പറഞ്ഞൊന്നും മനസ്സിലാവില്ല. പിന്നെ നമ്മുടെ മെസ്സേജിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ഒരു സാഹചര്യത്തില് നമുക്കിപ്പോ റിമോട്ട് കിറ്റ് ആംപ്ലിഫയർ ആണോ അതോ അനലോഗ് ആംപ്ലിഫയർ ആണോ, ഏതാ നല്ലതെന്ന് ഒത്തിരി പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ റിമോട്ട് കിറ്റിലേക്ക് വരുമ്പോൾ ഒരുപാട് കംപ്ലൈന്റും, അതുപോലെ തന്നെ ഒത്തിരി പേര് തന്നെ ഇപ്പോൾ റിമോട്ട് കിറ്റ് വേണ്ട, ഇനി അനലോഗ് മതി എന്നുള്ള ലെവലിലേക്കൊക്കെ പോകേണ്ട സാഹചര്യങ്ങളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഉള്ള കാരണം, അപ്പൊ അതൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കാം എന്താന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇപ്പൊ നമ്മൾക്ക് റിമോട്ട് കിറ്റുള്ള ആംപ്ലിഫയർ ആയാലും അനലോഗുള്ള ആംപ്ലിഫയർ ആയാലും നമ്മൾ നല്ല രീതിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ കിട്ടും. പിന്നെ റിമോട്ട് കിറ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ലോ കോസ്റ്റിലുള്ള റിമോട്ട് കിറ്റ് നമ്മുടെ കൂട്ടുകാർ സെലക്ട് ചെയ്യാതിരിക്കുക. അപ്പൊ ഇതിങ്ങനെ എടുത്തു പറയണത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി ലോ കോസ്റ്റ്ലി ചെയ്യുമ്പോൾ അവരതിന് മാക്സിമം ക്വാളിറ്റി കുറച്ചിട്ടാണ് അവരത് ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ അത്രയും പൈസ കുറവില് നമുക്കത് കിട്ടണം എന്നുള്ള ലാഭമല്ല നമ്മളവിടെ കണ്ടത്. കുറച്ചുകൂടി നല്ല രീതിക്കുള്ള കിറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അവിടെ സോൾവ് ആവും. അതേപോലെ തന്നെ ക്ലാരിറ്റി ഇല്ലായ്മ, ഇതിന്റെയൊക്കെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന PCBയുടെ ക്വാളിറ്റിയിൽ വരെ ഈ ഓഡിയോയുടെ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. DVD ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നമുക്ക് 5.1 കിട്ടാനായിട്ട് ഒരു ഓപ്ഷൻ ഒരു ഇതെല്ലാവരും സെർച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനുശേഷം പിന്നെ അധികം ഇപ്പോൾ ഡിസ്കുകൾ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. വരുന്നത് തന്നെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലൂറേ ആണ് വരുന്നത്. അതൊക്കെ മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റാണ് മിനി ഡീകോഡർ, അതുപോലെ DSP റിമോട്ട് കിറ്റുകൾ. ഈ ഐറ്റൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു 5.1 ഡോൾബി DTS നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കത് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് സാധാരണ എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്ന പോലത്തെ ഒരു പരിപാടിയല്ല. കറക്റ്റ് നമുക്ക് അതിന്റെ ആ വരുന്ന ഓഡിയോ കണ്ടന്റ് നമ്മൾ കൃത്യമായിട്ട് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അനലോഗ് 5.1 ശരിക്കും പിരിഞ്ഞു തന്നെ വരും. ശരിക്കും നമുക്ക് അന്ന് കാലത്ത് നമ്മൾ DVD ഡിസ്ക് ഇട്ട് കണ്ടിരുന്ന അതേ ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു ഐറ്റൊക്കെ വെക്കുമ്പോൾ നമുക്കത് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇപ്പോൾ പ്രൊലോജിക് ആമ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പ്രൊലോജിക്കിൽ നമ്മൾ ഉപയോഗിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റീരിയോനെ നമ്മൾ ഓപ്പാമ്പുകൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊണ്ടുവരണത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ഡോൾബി DTS കണ്ടന്റും അതായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒറിജിനൽ വിഷ്വലിൽ എന്താണ് സംഭവിക്കണത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഓഡിയോ നമുക്ക് ഈ പറഞ്ഞ ഐറ്റത്തിലൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മൾക്ക് ഒരു DVD പ്ലെയറിന്റെ പൈസയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിനുള്ളൂ. അപ്പൊ നമുക്കിത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഇതെല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് ഫോണുണ്ട്. അതേപോലെ തന്നെ സ്മാർട്ട് TV ഇല്ലാത്തൊരു വീടില്ല, അതുപോലെ LED TV ഇല്ലാത്ത വീടും ഇല്ല. അപ്പൊ എല്ലാവരുടെ കയ്യിലും ഇപ്പോ സാധനങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് അതില് ഒത്തിരി ഒത്തിരി ഓപ്ഷൻസും വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് തന്നെ നടക്കും.
പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ കാര്യം നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് മൈൻഡിൽ തന്നെ വെക്കുക. കാരണം നമ്മൾ ഒത്തിരി വില കുറഞ്ഞ സാധനങ്ങൾ മേടിക്കുമ്പോഴാണ് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവണേ. ഇപ്പൊ മിനി ഡീകോഡറിലായാലും ഒരുപാട് ന്യൂനതകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളതൊക്കെ മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്തിട്ടാണ് ഇപ്പൊ ഞാനൊക്കെ ഇവിടെ ആംപ്ലിഫയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഏതൊരു സാധനത്തിനും അതിൻ്റെതായ ഡ്രോബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളത് കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ ആമ്പിലും ഓരോ രീതിക്ക് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ഓഡിയോ പല രീതിയിൽ നമുക്ക് പിരിയണതും അതുപോലെ നമുക്ക് ആ ഓഡിയോയിൽ ഡിഫറൻസ് വരുന്നതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും ഒരു പാറ്റേണിലാകുമ്പ് ചെയ്യില്ല, നമ്മൾ എപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കും. പിന്നെ നമുക്കിപ്പോ HDMI വരുന്നതുകൊണ്ട് തന്നെ ഓഡിയോയുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലിനൊക്കെ വിട്ടിട്ട് നമുക്ക് 4 ഇരട്ടി അപ്പുറത്തേക്കുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. അത് നമുക്ക് ഒപ്റ്റിക്കലും കോയാക്സിലും നിന്ന് എടുക്കണേക്കാളും പെർഫോമൻസ് ആണ് HDMI ARC വഴിയൊക്കെ എടുക്കുമ്പോൾ. അപ്പൊ ഇത് നമ്മുടെ കൂട്ടുകാർ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും നമുക്കത് സാഹചര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യാം. കാരണം നമുക്കതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടാനുള്ള മാർഗം ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. ഇപ്പൊ നമുക്ക് OTT പ്ലാറ്റ്ഫോമിൽ വരുന്നതൊക്കെ 5.1 സിനിമകളാണ്. അതിലൊക്കെ നമുക്ക് ഈ ഒരു ഐറ്റം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ 5.1 സിനിമകൾ ആസ്വദിക്കാൻ പറ്റും. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തില് ആരും റിമോട്ട് കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള ഒരു സാധനമല്ല. പിന്നെ ഓരോ കിറ്റിന്റെയും അതിലുപയോഗിക്കുന്ന പ്രോഗ്രാമിനനുസരിച്ചിട്ടും അതിലുപയോഗിക്കുന്ന ഓഡിയോ പ്രോസറിനനുസരിച്ചിട്ടൊക്കെ ഓഡിയോ ക്ലാരിറ്റി ചേഞ്ച് ആവും. അപ്പൊ അത് നമ്മൾ ഓരോ ആമ്പിലേക്കും നമ്മൾ അല്ലെങ്കിൽ ഏതൊക്കെ സ്പീക്കറിനാണ് മാച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ അനുസരിച്ച് നമ്മളൊന്ന് മോഡിഫൈ ചെയ്യേണ്ട വരും നമ്മുടെ പവർ ആമ്പുകൾ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മാച്ച് ആയിട്ട് വരാം. പിന്നെ നോയ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഒരു ഇതൊക്കെ സോൾവ് ചെയ്യാന്നുള്ളത് ഞാൻ കൂട്ടുകാർക്ക് ഓരോരോ കിറ്റിന്റെയും വീഡിയോ ഞാൻ ഇനി സെപ്പറേറ്റ് ഇട്ട് തരാം. അപ്പൊ ഞാനത് അതിന്റെ ഒരു സെക്ഷൻ ഇനി വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഉപയോഗിക്കണ കിറ്റുകളിൽ നോയ്സ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് സോൾവ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് പവർ സപ്ലൈയുടെ സൈഡിലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള നോയ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. അതന്നെ നമ്മൾ കണ്ടുപിടിച്ചൊന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഔട്ട്പുട്ടിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. റിമോട്ട് കിറ്റും അനലോഗും രണ്ട് ടൈപ്പ് സെക്ഷനിൽ പെട്ടതാണ്. അപ്പൊ നമുക്ക് ഇതിനെ അനലോഗിൽ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോയ്സ് ഒക്കെ അറസ്റ്റ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ റിമോട്ട് കിറ്റിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രീ സെക്ഷൻ ഒരു പവർ ആമ്പിലേക്ക് എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ള കാര്യം അതിനെ പറ്റിയൊരു നോളജ് ഉണ്ടാവണം. അതിനെ പറ്റി കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം മാക്സിമം നമുക്ക് സോൾവ് ചെയ്യും. പിന്നെ ഇതില് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നോയ്സ് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ അനലോഗ് പ്ലസ് റിമോട്ട് കിറ്റ് ആംപ്ലിഫയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോയ്സ് വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാസ്റ്റർ കൺട്രോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ റിമോട്ടിന്റെ അതായത് റിമോട്ട് കിറ്റിന്റെ ഔട്ട്പുട്ട് വന്നിട്ട് നമ്മുടെ മാസ്റ്റർ കൺട്രോളിൽ നിന്ന് പവർ ആമ്പിലേക്ക് പോകുന്ന രീതിയിലേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധ നോയ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മളിതിനകത്ത് SMPS പവർ സപ്ലൈ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിന്റെ നോയ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം നല്ല രീതിക്ക് തന്നെ അറസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഓരോ കിറ്റിലും എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതൊക്കെ അതിനെ പറ്റിയിട്ട് ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് പറയാനുള്ളത് ഇപ്പോഴത്തെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് അനുയോജ്യമായ സാധനമാണ് ഈ ഡോൾബി കിറ്റുകളും അതുപോലെ റിമോട്ട് കിറ്റ് സാധനങ്ങളൊക്കെ. നമ്മളിപ്പോൾ പഴയ കാലത്തെ കൺട്രോളിൽ നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ പുതിയ മാറ്റത്തിനനുസരിച്ച് നമ്മളൊക്കെ മുന്നോട്ട് വരണം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മളിപ്പോ അനുഭവിക്കുക അല്ലെങ്കിൽ ഇപ്പൊ യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ അത്രയാണ് നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. അപ്പൊ യാതൊരു ഇതിലും നമുക്ക് കിറ്റുകൾ കാര്യങ്ങളൊന്നും പൊട്ടയല്ല. എല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഐറ്റം തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഇനി ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതൊക്കെ ഓരോരോ വീഡിയോ ആയിട്ട് കാണാം.